ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻകം ടാക്സിലെ സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഈ ഹെഡ്സിലൊക്കെ നമുക്ക് ഇൻകം മാത്രമല്ല മെയിനായിട്ട് ഉണ്ടാകുന്നത്, ഇതിൽ നമുക്ക് എന്തും വരാം, ലോസസും സംഭവിക്കാം. അപ്പോൾ ഈ ലോസസിനെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സെറ്റ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സെറ്റ് ഓഫ് ലോസസ്? നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹെഡിൽ നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻകത്തിൽ നിന്ന് ആ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ചെയ്യുമ്പോഴുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെയിം ഹെഡിൽ ഇൻകം ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോക്കാം. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി, ഇപ്പോൾ എനിക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടോ, ഒന്ന് ലെറ്റ് ഔട്ടും ഒന്ന് സെൽഫ് ഒക്കുപ്പൈഡെന്ന് വിചാരിക്കാം. അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡിന് നമുക്കറിയാം, സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ ആനുവൽ വാല്യൂ നില്ലായതുകൊണ്ട് നമുക്ക് എപ്പോഴും സെൽഫ് ഒക്കുപ്പൈഡിന് ലോസ് ആണ് ഉണ്ടാകും. അത് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ മാത്രമേ കുറക്കാൻ പറ്റൂ. അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡിന് എപ്പോഴും ലോസ് ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അതായത് ഞാൻ താമസിക്കുന്ന എൻ്റെ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്കൊരു 10,000 രൂപ ലോസാണ് കിട്ടുന്നത്. എനിക്ക് അതേപോലെ തന്നെ എനിക്ക് മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടി കൂടിയുണ്ട്, അത് ഞാൻ റെൻറ്റിന് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ലെറ്റ് ഔട്ട് ചെയ്യുന്നതിലും എനിക്ക് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ഒരു വീടിൽ നിന്ന് 15,000 രൂപയും ഒരു വീടിൽ നിന്ന് 10,000 രൂപ ലോസുമാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഒരു വീട്ടിൽ പ്രോഫിറ്റാണ് അല്ലെങ്കിൽ ഇൻകം ആണ്, മറ്റേ വീട്ടിൽ എന്താണ്, ലോസാണ്. അപ്പോൾ ഈ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ലോസ് എനിക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ ഇൻകത്തിൽ നിന്ന് എനിക്ക് ആ ലോസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം ആയിരിക്കും, കാരണം 15,000 ഇൻകമാണ്, 10,000 ലോസാണ്. അപ്പോൾ 15,000 നിന്ന് 10,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5,000 ആയിരിക്കും എൻ്റെ എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സെറ്റ് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, സെയിം ഹെഡിൽ ഇൻകം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഏത് ഹെഡിലാണെങ്കിലും ഏത് ഹെഡിൽ ലോസ് സംഭവിച്ചാലും അതേ ഹെഡിൽ മറ്റേതെങ്കിലും ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ആദ്യം നോക്കാം. അങ്ങനെ സെയിം ഹെഡുമായിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്താണ്, സെയിം ഹെഡിൽ ഇൻകം ഉണ്ടോ എന്ന് നോക്കുക. സെയിം ഹെഡിൽ നിന്നാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. സെക്കൻഡ് കേസ് വരുന്ന സമയത്ത് എന്താണ്, സെയിം ഹെഡിൽ ഇൻകം ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത അതായത് മറ്റേതെങ്കിലും ഹെഡിലിട്ട്, നമുക്കറിയാം മെയിനായിട്ട് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹെഡിൽ ഇപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സെയിം ഹെഡിൽ തന്നെ ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മറ്റേതെങ്കിലും ഹെഡിൽ ഇൻകം ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ ഹെഡിൽ നിന്നും എല്ലാ ലോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അതിന് ചില പ്രൊവിഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെറ്റ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറയുന്ന പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് മാക്സിമം 2 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന മാക്സിമം 2 ലക്ഷം വരെയുള്ള ലോസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ പറയുന്നൊരു കാര്യം, ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, ലോസ് ഫ്രം HME മാക്സിമം നമുക്ക് 2 ലക്ഷം വരെ മാത്രമേ ഏത് ഹെഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ കാര്യം, ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് മാക്സിമം ലോസ് ഫ്രം HME 2 ലക്ഷം രൂപ വരെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 2 ലക്ഷത്തിൽ കൂടുതൽ വരുന്നത് നമുക്ക് ഒരു ഹെഡിൽ നിന്നും, ഒരു പെർട്ടിക്കുലർ ഹെഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോസ് ഫ്രം HME സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ, ഈ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ലോസസ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വർഷത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ലോസ് നെക്സ്റ്റ് ഇയറിലോട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം 8 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും.
ഇനി ഇങ്ങനെ നമ്മൾ ഈ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, ലോസ് ഉണ്ട്, അത് അടുത്ത വർഷത്തോട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോസ് നെക്സ്റ്റ് ഇയറിൽ സെയിം ഹെഡിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ എന്താണ്, ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് ഫ്രം HP മാക്സിമം 2 lakh വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഹെഡിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ലോസ് ഫ്രം HP മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ബിസിനസ്സിലെ ലോസോ മറ്റേതെങ്കിലും ഹെഡിലെ ലോസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇനി ലോസ് ഫ്രം HP 2 ലക്ഷത്തിൽ കൂടുതലുള്ള 2 ലക്ഷം വരെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 2 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ 2 ലക്ഷം വരെ സെറ്റ് ഓഫ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വർഷത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത 8 വർഷം വരെ നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇനി ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോസ് നമുക്ക് സെയിം ഹെഡിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. നമുക്ക് ഈ 2 ലക്ഷം വരെയുള്ള ലോസ് എന്ന് പറയുന്നത് സെൽഫ് ഒക്കുപാഡ്, നമുക്കറിയാം സെൽഫ് ഒക്കുപാഡിൻ്റെ ലോസ് നമുക്ക് മാക്സിമം സെൽഫ് ഒക്കുപാഡിൻ്റെ ലോസ് 2 ലക്ഷം വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അപ്പോൾ നോർമൽ ഒരു സെൽഫ് ഒക്കുപാഡ് ഹൗസിന് അവരുടെ എന്താണ് ലോസ് ഫ്രം HP എന്ന് പറയുന്നത് 2 ലക്ഷം ആയിരിക്കും. ഇനി ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് ഔട്ട് ചെയ്ത വീടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, ലോസ് ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ലോസ് നമുക്ക് മാക്സിമം നമുക്ക് എത്രയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, 2 ലക്ഷം വരെ ഏതൊരു ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സാലറി എന്ന് പറയുന്നത് എന്താണ്, സാലറി ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ലോസ് ഫ്രം HP മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രൊവിഷൻ പറയുന്നത്. ഇനി സെക്കൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത്, ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് ഓൺലി. ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്നുള്ള ലോസ്, സ്പെക്കുലേഷൻ മീൻസ് ഊഹക്കച്ചവടമാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ലോസ് നമുക്ക് സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പെക്കുലേഷൻ ലോസ് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. പക്ഷേ നോർമൽ ബിസിനസ് ലോസ് നമുക്ക് സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, സ്പെക്കുലേഷൻ ലോസ് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പക്ഷേ നോർമൽ ബിസിനസ് ലോസ് നമുക്ക് ഏതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പറയുന്നത്, ലോസ് ഫ്രം ഇല്ലീഗൽ ബിസിനസ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ലോഫുൾ ബിസിനസ്. ഇല്ലീഗൽ ബിസിനസ്സിൻ്റെ ലോസ് നമുക്ക് ലോഫുൾ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇല്ലീഗൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലോസ് ലോഫുൾ നിയമപരമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ലോസ് ഫ്രം ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള ഹെഡിൽ വരുന്ന ലോസസ് നമുക്കൊരിക്കലും ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാലറിയിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഹെഡിലെ ലോസ് മാത്രമാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലോസ് നമുക്ക് ഒരിക്കലും സാലറിയിൽ നിന്നുള്ള ഹെഡിലെ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിന് മെയിനായിട്ട് 2 തരം ഇൻകമാണ്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് വരുവാണെങ്കിൽ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് വരുവാണെങ്കിൽ നമുക്കത് ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നുകൂടി പറയാം, നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ 2 തരം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ ഇത് ഗെയിൻ അല്ല, നമുക്ക് ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ഉണ്ടാവും, ലോങ് ടേം ക്യാപിറ്റൽ ലോസും ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അതിനർത്ഥം ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണുള്ളതെങ്കിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതാണല്ലോ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ. STCG പ്ലസ് LTCG ആണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ STCL നമുക്ക് എന്ത് ചെയ്യാം,
STCG എന്നോ LTCG എന്നോ സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? LTCG, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെ വേണം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് തന്നെ വേണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെ വേണം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് നമുക്കിത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഹെഡിലെ ഇൻകത്തിൽ നിന്നും നമുക്ക് ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റൂ? ക്യാരി ഫോർവേഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ വരുന്ന ലോസസ് അത് നമുക്ക് മറ്റൊരു ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതിൽ തന്നെ രണ്ട് കാര്യങ്ങളൊന്ന്, STCL ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇനി LTCL ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂ? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമുക്ക് ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിലും നമുക്ക് ഇത് 8 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർഷം നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ ഇൻകം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് നമുക്കത് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എല്ലാ ലോസും നമുക്ക് സെയിം ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ ലോസ് അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. ഈ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ ഇൻകം ഇല്ല, അടുത്ത വർഷത്തോട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. അടുത്ത വർഷത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അടുത്ത വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിനിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ നമുക്ക് STCG എന്നും LTCG എന്നും സെറ്റ് ഓഫ് ചെയ്യാം. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പക്ഷെ നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് വേറെ ഏതെങ്കിലും ലോസ് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഹെഡിലെ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ വരുന്ന ലോസസ് നമുക്ക് മറ്റൊരു ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പകരം ക്യാപിറ്റൽ ഗെയിനിൽ ഇൻകം ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഹെഡിലെ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നോക്കാം. ലോസ് ഫ്രം owning and maintaining of race horse can be set off against winnings from horse race only. അതായത് ഈ ഹോഴ്സ് റേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോസസ് നമുക്ക് വിന്നിങ്സ് ഫ്രം ഹോഴ്സ് റേസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. കാഷ്വൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? അലോ ചെയ്യുന്നൊരു സെറ്റ് ഓഫ് ആണ് ഈ ഹോഴ്സ് റേസുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് റേസ് ഹോഴ്സിൻ്റെ ആ ലോസസ് നമുക്ക് വിന്നിങ്സ് ഫ്രം റേസ് ഹോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് പറയുന്നത്, നമുക്ക് ഒരു ലോസും നമുക്ക് വിന്നിങ്സ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിം തുടങ്ങിയ കാഷ്വൽ ഇൻകത്തിൽ നിന്ന് ഒരു ലോസും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഒരു ലോസും നമുക്ക് കാഷ്വൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. വിന്നിങ്സ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, ഗാംബ്ലിംഗ് തുടങ്ങിയ കാഷ്വൽ ഇൻകത്തിൽ നിന്ന് ഒരു ലോസും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ സിമിലർലി ലോസസ് ഓഫ് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ് എക്സെട്ര cannot be set off against income from any other head. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ കാഷ്വൽ ഇൻകത്തിൽ നമുക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു ഹെഡിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാഷ്വൽ ഇൻകത്തിൽ നിന്ന് മറ്റൊരു ലോസും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാഷ്വൽ ഇൻകത്തിൽ വരുന്ന ലോസ് മറ്റൊരു ഹെഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. LTCGയുടെ കേസ് ഓർത്തിരിക്കുക, കാഷ്വൽ ഇൻകത്തിൻ്റെ കേസ് ഓർത്തിരിക്കുക, ബിസിനസ് ഇൻകത്തിൻ്റെ കേസ് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതുമായിട്ട് ഹൗസ് പ്രോപ്പർട്ടി, നമ്മൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 8 വർഷത്തോട്ടാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഇനി ലോസ് ഇൻ നോൺ സ്പെക്കുലേഷൻ ബിസിനസ്, അതായത് നോർമൽ ബിസിനസ്സിലെ ലോസ് ആണെങ്കിൽ 8 വർഷം വരെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ വരുന്ന ലോസ് ആണെങ്കിൽ 4 വർഷം വരെയാണ് നമ്മൾ അത് എന്ത് ചെയ്യുക? ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇനി ക്യാപിറ്റൽ ഗെയിനിലെ ലോസ് ആണെങ്കിൽ നമ്മൾ 8 വർഷം വരെ തന്നെ എന്ത് ചെയ്യും? അത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇനി ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് റേസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോസ് ആണെങ്കിൽ 4 വർഷം വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ
ഇതാണ് ക്യാരി ഫോർവേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഹെഡിൽ ലോസ് വരുവാണെങ്കിൽ സെയിം ഹെഡിൽ ഇൻകം ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ സെയിം ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ മറ്റൊരു ഹെഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യും നോക്കും. അപ്പോൾ സെയിം ഹെഡിൽ ഇൻകം ഇല്ല, അല്ലെങ്കിൽ സെയിം ഹെഡിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു, ബാക്കി ഇനിയും ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ഹെഡിൽ നിന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് നമുക്ക് ലോസ് ഫ്രം HP മാത്രമേ, മാക്സിമം 2 ലക്ഷം വരെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ലോസ് ഫ്രം HP മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് 2 ലക്ഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, സാലറിയിൽ നിന്ന് അല്ലെങ്കിൽ പറയുന്ന ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. 2 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ലോസ് നമുക്ക് ഒരു ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, 8 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എല്ലാ ലോസും അടുത്ത വർഷം നമുക്ക് സെയിം ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ വരുന്ന ലോസ് സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. പകരം നമുക്ക് നോൺ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ലോസ് ആണെങ്കിൽ നമുക്ക് സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, അത് സെറ്റ് ഓഫ് ചെയ്യാം. നോൺ സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നോർമൽ ബിസിനസ്സിൽ വരുന്ന ലോസ് ആണെങ്കിൽ അത് നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് ബിസിനസ്സിൽ വരുന്ന ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാലറിയിൽ നിന്ന് ഒഴിച്ച് അല്ലെങ്കിൽ സാലറിയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സാലറിയിൽ നിന്ന് ഒഴികെ ബാക്കി ഏത് ഹെഡിൽ നിന്നും നമുക്ക് ബിസിനസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ ഗെയിൻ മെയിനായിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ്. അതേപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ലോങ് ടേം ക്യാപിറ്റൽ ലോസും സംഭവിക്കാം. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും അത് സെറ്റ് ഓഫ് ചെയ്യാം. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അത് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ക്യാപിറ്റൽ ഗെയിനിലുള്ള ഹെഡിൽ വരുന്ന ലോസസ് മറ്റൊരു ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പകരം എന്താണ്, നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡിൽ ലോസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് റേസോഴ്സിൽ വരുന്ന ലോസസ് നമുക്കതിൻ്റെ വിന്നിങ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമ്മൾ ക്യാഷ്വൽ ഇൻകത്തിൻ്റെ കേസ് പറഞ്ഞത് എന്താണ്, ക്യാഷ്വൽ ഇൻകത്തിൽ നമുക്ക് ലോസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അത് മറ്റൊരു ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഹെഡിൽ നമുക്ക് ലോസ് വരുവാണെങ്കിൽ നമുക്ക് ക്യാഷ്വൽ ഇൻകത്തിൽ നിന്നും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത്രയുമാണ് ഇതിൻ്റെ എന്താണ് പ്രൊവിഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ബിസിനസ് ഹെഡിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ടാവാം, നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടാവാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനുള്ള ഹെഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്, ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ട്, അതേപോലെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഓർ ഫാമിലി പ്ലാനിങ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ കുറയ്ക്കുന്നത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷനാണ്. ഈ വർഷത്തെ ഡിപ്രീസിയേഷനാണ് നമ്മൾ ആദ്യം കുറയ്ക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ മുകളിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കുറയ്ക്കും. പിന്നെ നമ്മൾ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ്, കഴിഞ്ഞ വർഷം എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്ത് ഈ വർഷം ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്ന ബിസിനസ് ലോസ് നമ്മൾ കുറയ്ക്കും. ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ വർഷത്തിൽ നമുക്ക് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറക്കാൻ നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ അത് അടുത്ത വർഷത്തോട്ട് നമ്മൾ അല്ലെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനാണ്. അല്ലെങ്കിൽ ഈ വർഷം നമുക്കത് കുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനായി. അപ്പോൾ അതാണ് ഇവിടെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. നാലാമത്തെയാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. പിന്നെ വരുന്നത് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. അതായത് ഇതേപോലെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ വർഷം തന്നെ നമുക്ക് എന്താണ് അലോ ചെയ്യാൻ പറ്റാത്ത, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറക്കുന്നത്. ആദ്യം കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറക്കും, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് കുറക്കും, ദെൻ ക്യാരി ഫോർവേഡ് ചെയ്ത ബിസിനസ് ലോസ് കുറക്കും, ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കുറക്കും, ദെൻ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കുറക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു സെറ്റ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട തിയറി. ഈ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറിൻ്റെ ബേസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. തിയറി തന്നെ നമുക്ക് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രൊവിഷൻസ് ഓർത്തിരിക്കുക. ഈ ഒരു പ്രൊവിഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. താങ്ക് യു.